മഹാഗുരുശരണം. ഇന്ന് മാർച്ച് 19 ബുധനാഴ്ച. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവാംശങ്ങൾക്കും ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. അല്പം തമാശയായിട്ടും എന്നാൽ അതിലല്പം കാര്യമായിട്ടും ഒരു അനുഭവം പറയാം. ഉദ്ദേശം 10-35 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഞങ്ങളുടെ വിഭാഗം അറിയാമല്ലോ, ഗൗഡസാരസ്വത ബ്രാഹ്മണർ. ശരിക്കും ഞങ്ങളുടെ മാതൃഭാഷ എന്ന് പറയുന്നത് പണ്ട് തൊട്ട് പാരമ്പര്യമായിട്ടുള്ളത് സംസ്കൃതമാണെങ്കിലും ഞങ്ങൾ ഗോവയിൽ പരശുരാമ മഹർഷി ഞങ്ങളെ ഗോവയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവിടെ കുലദേവതകളെയൊക്കെ സങ്കല്പം ചെയ്ത് തന്നതിന് ശേഷം ഞങ്ങൾ അവിടുത്തെ പ്രാദേശിക ഭാഷയായ കൊങ്ങിണി ഭാഷയാണ് മാതൃഭാഷയായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ താമസിക്കുന്നവർക്ക് കൊങ്ങിണിയും മലയാളവും ഒരുപോലെ വഴങ്ങും. ഇപ്പോൾ കർണാടകത്തിലാണെങ്കിൽ കൊങ്ങിണിയും കന്നഡയും ഒരുപോലെ സംസാരിക്കും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ കൊങ്ങിണിയും തമിഴും ഒരുപോലെ സംസാരിക്കും. ഏത് ദേശത്ത് ചെന്നാലും ഈ കൊങ്ങിണിയെയും നിലനിർത്തി അതുപോലെ അവിടുത്തെ പ്രാദേശിക ഭാഷയും പോറ്റമ്മയും വളർത്തമ്മയും പെറ്റമ്മയും വളർത്തമ്മയും എന്നുള്ള രീതിയിൽ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പൂജാകാര്യങ്ങളിൽ ഉപയോഗിക്കുന്നത് സംസ്കൃതമാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെയും കല്യാണം നടന്നിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ആൾക്കാർ, അപ്പോൾ ഞങ്ങളുടെ ചില ക്ഷേത്രങ്ങളുണ്ട്. അവിടെ ഭയങ്കര എന്ന് പറഞ്ഞാൽ പ്രത്യേക രീതിയിലുള്ള പൂജാവിധാനങ്ങളാണ് ഞങ്ങളുടെ ക്ഷേത്രങ്ങളിൽ നടക്കുന്നത്. അപ്പോൾ ചില കാര്യങ്ങളിൽ ഉദ്ദിഷ്ടമായിട്ട് ചില വഴിപാടുകൾ ചെയ്താൽ ഉദ്ദിഷ്ട കാര്യപ്രാപ്തിയുണ്ട് പല ക്ഷേത്രങ്ങളിൽ. അപ്പോൾ ഒരു വ്യക്തി വിവാഹം നടക്കാനായിട്ട് ഞങ്ങളുടേതായ ഒരു ക്ഷേത്രത്തിൽ, ഏത് ക്ഷേത്രമാണെന്ന് പറയുന്നില്ല, ക്ഷേത്രത്തിൽ പോയി ആരോ ഒരു ജ്യോതിഷൻ പറഞ്ഞതനുസരിച്ച് വഴിപാടുകൾ ചെയ്യുന്നു. പക്ഷേ പറഞ്ഞ സമയത്ത് ചെയ്തിട്ട് ഇദ്ദേഹത്തിന് വിവാഹമൊന്നും ഒത്തില്ല. അപ്പോൾ ഇദ്ദേഹം ഞങ്ങളുടെ സുഹൃത്ത് സദസ്സിലാണിത് പറയുന്നത്. ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണ്, അന്ന് ട്രെയിനിൽ ഞാൻ ആലപ്പുഴ ജോലിയാണ്, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഇത് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി ചോദിച്ചു, ഓക്കെ ഈ വ്യക്തി കൊങ്ങിണി അറിയാൻ പാടില്ലാത്ത ആളാണ്. അപ്പോൾ ചോദിച്ചു, എങ്ങനെയാണ് പോയി പ്രാർത്ഥിക്കണേന്ന് ചോദിച്ചു. അത് ഞാൻ മലയാളത്തിൽ പ്രാർത്ഥിക്കും ദൈവമേ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അതെങ്ങനെയാണ് കൊങ്ങിണിമാരുടെ ദൈവത്തിൻ്റെ അടുത്ത് നീ മലയാളത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് വല്ലതും മനസ്സിലാവുമോ എന്ന് ചോദിച്ചു. തമാശയാണെങ്കിലും ഇപ്പോൾ പലരും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പലരും കോണ്ടാക്ട് ചെയ്യുന്നത് പറ്റിയിരിക്കുന്നതെന്ന് വെച്ചാൽ പല ജ്യോതിഷന്മാരെയും അപ്പോയിൻമെൻ്റ് എടുത്ത് കാണും. ഇവർ പല പരിഹാരങ്ങൾക്കും പേരുകേട്ട അമ്പലങ്ങൾ, അത് കേരളത്തിന് വെളിയിൽ തമിഴ്നാട്ടിലും കർണാടകത്തിലുമുള്ള ക്ഷേത്രങ്ങളുടെയാണ് പരിഹാരം നിർദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അത് ആ ക്ഷേത്രങ്ങൾ വളരെ പുകഴ്പെറ്റതാണ്, വളരെ പവർഫുള്ളായിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. പക്ഷേ അവിടെ ഈ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് ഇവർ ചെന്ന് കഴിഞ്ഞാൽ മറ്റേ ഒരു മോഹൻലാൽ ശോഭനയായിട്ട് അഭിനയിച്ച ഒരു മുത്തുഗവ് സിനിമയുണ്ടല്ലോ, മുത്തുഗവ് എന്ന് പറയുന്ന ഒരു സീനുള്ള സിനിമയുണ്ടല്ലോ, അതുപോലെ ഇരിക്കും. അവർ പറയുന്നതാണ്, നമ്മളെങ്ങനെ ചെന്ന് അവിടെ ഈ പരിഹാരങ്ങൾ പറഞ്ഞ് നമ്മൾ ഫലിപ്പിക്കും. അവിടെയുള്ള പൂജാരിയോട് എങ്ങനെ പറയും? കാര്യം നമ്മൾ പണം കെട്ടി നമ്മുടെ ആവശ്യങ്ങൾ ആ പൂജാരിയെ അറിയിക്കുക. ആ പൂജാരിയെ അറിയിച്ചിട്ട് അദ്ദേഹം അതനുസരിച്ച് സങ്കല്പം ചെയ്യണം. പക്ഷേ അവിടെയുള്ളവർക്ക് ഇവർ ഓൺലൈനിൽ നോക്കിയിട്ട് അവിടുത്തെ പ്രാദേശിക ഭാഷ മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ തമിഴ് പിന്നെയും തപ്പിയും തടഞ്ഞും ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ തമിഴ് തന്നെ ഓരോ ദേശത്തും സംസാരിക്കുന്ന സ്ലങ്ങും ഇതും വ്യത്യാസമുണ്ട്, നമുക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് വരികയില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറേ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ട് ഈ പരിഹാരം നിർദ്ദേശിക്കുന്ന ആൾക്കാർ അവിടങ്ങളിൽ മാത്രം ഇത് പറയുന്നു എന്ന് മനസ്സിലാകുന്നില്ല എനിക്ക്. സത്യമുള്ളത് പറയുക. കാര്യം എൻ്റെ ഗുരു ബ്രഹ്മശ്രീ കൃഷ്ണേമ്പ്രാന്തിരി തിരുമേനി പറഞ്ഞു തന്നതനുസരിച്ച് ആദ്യം പരിഹാരം നിർദ്ദേശിക്കേണ്ടത് നമ്മുടെ കുടുംബ ക്ഷേത്രത്തിലാണ്, പിന്നെ പരിഹാരം നിർദ്ദേശിക്കേണ്ടത് നമ്മുടെ ഗ്രാമക്ഷേത്രത്തിലാണ്, പിന്നെ പരിഹാരം നിർദ്ദേശിക്കേണ്ടത് ഇഷ്ടക്ഷേത്രത്തിലാണ്. പലർക്കും പല ഇഷ്ടദേവതകൾ കാണും. ഗുരുവായൂരപ്പൻ ഇഷ്ടദേവതയായിരിക്കും, ഏറ്റുമാനൂരപ്പൻ ഇഷ്ടദേവതയായിരിക്കും, വൈക്കത്തപ്പൻ ഇഷ്ടദേവതയായിരിക്കും, അമ്പലപ്പുഴ ശ്രീകൃഷ്ണൻ ഇഷ്ടദേവതയായിരിക്കും, ചോറ്റാനിക്കരയമ്മ ഇഷ്ടദേവതയായിരിക്കും, ആറ്റുകാലമ്മ ഇഷ്ടദേവതയായിരിക്കും. വിവിധ അവിടെയും കൂടി പരിഹാരം കാണാം. ഇതില്ലാണ്ട് ഇവരുമായിട്ട് ഒരു ബന്ധവും ഇവർ ജീവിതത്തിൽ ഒരിക്കൽ പോലും പോകാത്ത ക്ഷേത്രങ്ങളിൽ, അത് എത്ര പ്രശസ്തോ എന്തോ ആകട്ടെ, അവിടെ യഥാശക്തി നിങ്ങൾ കാണിക്ക അർപ്പിക്കണമെന്ന് പറഞ്ഞാൽ സമർപ്പണമാണ് വേണ്ടത്. കാണിക്ക അർപ്പിക്കണം, നിങ്ങൾ പോയി ദർശനം ചെയ്യാൻ പറഞ്ഞാൽ ഒരു രസമുണ്ട്. പക്ഷേ അവിടെ ചെന്ന് ഇന്ന വഴിപാടുകൾ നിങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കലി ഭാഷ അറിയാൻ പാടില്ലാത്ത ഇവരെ കൊണ്ട് നടക്കുമോ? ഇത് അവിടെ ചെന്ന് ചീട്ടാക്കിയാലും ഇത് നടക്കുമോ? കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു അനുഭവമുണ്ട്. ഈ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ അവിടെ സ്വർണ്ണരഥ പൂജ നടത്തണമെന്ന് വിചാരിച്ചല്ല, ഇങ്ങനെ ചെയ്തിട്ട് വളരെ കുറച്ച് വർഷം മുമ്പാണ്, ഒരു 10-12 വർഷം മുമ്പാണ്.
അപ്പോൾ ഞാനും പിള്ളേരും ഒക്കെ പോയി സ്വർണ്ണ ചീട്ടാക്കിയിട്ട് ഞങ്ങളിങ്ങനെ ഈ ചീട്ടുമായിട്ട് നിൽക്കുകയാണ്. അവിടെയുള്ള ഇപ്പോഴാണ് ഈ കന്നഡ സ്വല്പ ಗೊತ್ತಾಗುತ್ತದೆ ಏನೆಂದ್ರಲ್ಲಿ ನಾನಲ್ಲಿ ಕಾರವಾರಲ್ ಕೆಲಸ ಮಾಡಿ വർക്ക് ಮಾಡಿದ್ದು 5 ವರ್ಷ, അതിനാലേ സ്വല്പ ಗೊತ್ತಾಗುತ್ತದೆ. ഇപ്പോൾ കന്നഡ അറിയുന്നവർക്ക് കാര്യം മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേശ്ശെ കന്നഡ മനസ്സിലാവും. അന്ന് അതില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ആ രഥത്തിൽ ദേവി വന്ന് ഇതുണ്ട് ഈ ചീട്ടുമായിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. അവിടെയുള്ളവർ നോക്കുമ്പോൾ പേരെന്താ ശ്രീനിവാസ പയ്യാണ്, പേര് ശ്രീനിവാസ പയ്യാണ്. ശ്രീനിവാസ പയ്യ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ശ്രീനിവാസ പയ്യ ഉള്ളതായിട്ടൊന്നും അവർക്കറിയാൻ പറ്റുകയില്ല, സ്ഥലമില്ലല്ലോ, നക്ഷത്രം എഴുതിയിട്ടുണ്ട്. ഇവരെന്തോ പറയുന്നുണ്ട്, ഇത് ചെയ്തിട്ട് അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ നമസ്കരിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങളവിടെ നോക്കി നിൽക്കുന്നില്ല. ലാസ്റ്റ് അവിടെ നിന്ന ആളോട് പറഞ്ഞു രഥപൂജയുടെ ഇതാണെന്ന് പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞിട്ട് വിളിച്ച് തേങ്ങ വയ്ക്കുക, അങ്ങനെ എന്തോ ചടങ്ങുണ്ട്. കുറച്ച് 10-15 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലുള്ള എല്ലാവർക്കും മലയാളം അവർ നന്നായിട്ട് അടികമാർ മലയാളം സംസാരിക്കും, മനസ്സിലായി. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പേര് ശ്രീനിവാസ പൈ എന്ന് വന്നതുകൊണ്ട്, പയ്യെന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ മണിപ്പാൽ ഉടുപ്പിയൊക്കെയാണ് പൈമാരുടെ തട്ടകം. പൈ ഷേണായി കമ്മത്ത് മല്ലൻ ഒക്കെ തട്ടകം അവിടെയാണ്. അവരതേ വിചാരിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇത് വന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരെ കണ്ടാലും ഇതിലൊരു ഒരു എഗ്രിമെൻ്റ് നടക്കണം, വാഗ്ദാനമാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ആ ദൈവജ്ഞൻ, ജ്യോതിഷൻ പറയുന്ന ദൈവജ്ഞൻ എന്നാണ്, ദൈവഹിതം അറിയുന്ന ആളെന്നാണ്. ആ ദൈവഹിതം അറിയുന്ന ആൾ ആ ദേവതയിൽ സങ്കല്പം ചെയ്തുകൊണ്ട് ഈ കാര്യം അവിടെ വന്ന് നടത്തിയാൽ ഈ വിവാഹം നടന്നിരിക്കും, അല്ലെങ്കിൽ ഇവർക്ക് ഈ ജോലി കിട്ടിയിരിക്കും, അല്ലെങ്കിൽ ഇവർക്ക് ഈ വീട് എടുക്കാൻ പറ്റും എന്നുള്ള സങ്കല്പം ചെയ്തുകൊണ്ട് പ്രതിവിധി നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ ആ പ്രതിവിധി നിർദ്ദേശിക്കുന്നതിന് മുമ്പ് ഇവർക്ക് പ്രാക്ടിക്കലി ഇത് അവിടെ നടക്കുമോ എന്താണെന്ന് നോക്കണം. അപ്പോൾ ചിലരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിഫിക്കൽറ്റി പറയുമ്പോൾ ഉടനെ ഒരു വ്യക്തി എന്നോട് പറഞ്ഞത് അവിടുത്തെ ഒരു ഭട്ടിൻ്റെ നമ്പർ കൊടുത്തു, ആ ഭട്ടിനെ കോൺടാക്റ്റ് ചെയ്താൽ മതി, അവരെല്ലാം ചെയ്തു തരും എന്ന് പറഞ്ഞു വന്നു. ഈ ഭട്ടിന് മലയാളം അറിയാവോ? അപ്പോൾ ആ ഭട്ടിൻ്റെ നമ്പർ ഈ ജ്യോതിഷൻ എങ്ങനെ കിട്ടി നേരത്തെ, മനസ്സിലായി. എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ കുടുംബക്ഷേത്രത്തിൽ എല്ലാവർക്കും, കേരളത്തിലുള്ള എല്ലാവർക്കും, നാനാജാതി മതസ്ഥർക്കും, മതസ്ഥരെന്ന് പറയുന്നത് നമ്മുടെ ഭാരതീയ വിശ്വാസം, വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്ന, ഈ നമ്മുടെ ചുറ്റുമുള്ളത് ദൈവം ആണ്, ഈശ്വര ചൈതന്യങ്ങളാണെന്ന് വിശ്വസിക്കുന്ന സമ്പ്രദായക്കാരാണ് നമ്മളെ ഹിന്ദു മതക്കാരെന്നുള്ള ഒരു ചട്ടക്കൂടി നിർത്തിയിരിക്കുകയാണ്. നമ്മൾ ഹിന്ദു മതം എന്ന് പറയുന്ന ഒന്നില്ല, ഇല്ലാത്ത ഒന്നും ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അത് ഉണ്ടാകുകയില്ല. അതാണ് ഹിന്ദു മതം എന്നുള്ള ഐക്യമത്യം വരാത്തതിൻ്റെ കാര്യം അതാണ്. ഇല്ലാത്തൊരു കാര്യമാണ് ഉണ്ടെന്ന് പറയുന്നത്, മനസ്സിലായോ? ഒരു കൃത്യമായ ഇതൊന്നുമില്ല. എല്ലാം എന്താണ്, ആകാശാത് പതിതം ദ്വയം യഥാഗച്ഛതി സാഗരം സർവദൈവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി എന്ന് പറയും. ആകാശത്തിൽ നിന്ന് പതിക്കുന്ന വെള്ളം കടലിലേക്ക് ഒഴുകിയെത്തുന്ന പോലെ ഏത് ദേവനെ നമസ്കരിച്ചാലും ആ പരമാത്മാവിലേക്ക് എത്തുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ നമുക്ക് എവിടെ ചെന്ന് പ്രാർത്ഥിക്കാനും, ഒരു മസ്ജിദിൽ ചെന്ന് പ്രാർത്ഥിക്കാനോ, ഒരു ചർച്ചിൽ ചെന്ന് പ്രാർത്ഥിക്കാനോ, ഒരു ഗുരുദ്വാരയിൽ പോയി പ്രാർത്ഥിക്കാനോ, ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. കാര്യം അവിടെയും ദൈവമുണ്ട്. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്ന് വിശ്വാസ പ്രമാണക്കാരാണ് നമ്മളെ ആരും ഇത് പറഞ്ഞ് പഠിപ്പിച്ചതല്ല. ചെറുപ്പം തൊട്ട് നമ്മളിത് ഏത് യൂണിവേഴ്സിറ്റി പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിൽ നിന്നോ ഒന്നും സിലബസിലുള്ള കാര്യമല്ല ഇത്. പക്ഷേ അച്ഛനമ്മമാരിൽ നിന്ന് പഠിച്ചതാണ് ഈ കാര്യങ്ങൾ. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ പരിഹാരങ്ങൾ നിങ്ങൾ ചാർത്ത് വാങ്ങിക്കുമ്പോൾ, അത് മിക്കവരും ഇപ്പോൾ സൂമിലും ഓൺലൈനിലും ഒക്കെയാണെന്ന് പറയുന്നു, വാങ്ങിക്കുമ്പോൾ ഇതിൽ നടക്കുമോ എന്ന് നോക്കണം. അതിൽ ഞാൻ സല്യൂട്ട് ചെയ്യുന്നത് ശ്രീ മിത്രാത്മജൻ സാറിനെയാണ്. കാര്യം അദ്ദേഹം ലളിതമായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം കുറേ അധികം കാര്യങ്ങൾ പറയും, നമ്മുടെ ലൈഫിൻ്റെ A to Z കാര്യങ്ങൾ അദ്ദേഹം പറയും കേട്ടോ. അത് കേൾക്കാനൊക്കെ അല്പം അല്പം എല്ലാ കാര്യങ്ങളും പറയും. ഇന്ന കാര്യങ്ങളാണ് ഇങ്ങനെ അനുഭവിക്കുന്നത് എന്നെല്ലാം അദ്ദേഹം കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ അദ്ദേഹം പലതും നിർദ്ദേശിക്കുന്നത് ലളിതമായ മാർഗ്ഗങ്ങളാണ്. അന്നദാനം നടത്തുക, അല്ലെങ്കിൽ ഇത് ചെയ്യുക, അത് ചെയ്യുക, അങ്ങനെ ലളിതമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മുടെ കാർമ്മികം ഒരു കാരണവശാലും ഒരു അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്തതുകൊണ്ട് പൂർണ്ണമായിട്ടും മാറുകയില്ല. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ദേവതകൾ ഒരു കാരണവശാലും നമ്മുടെ കാർമ്മികം സ്വീകരിക്കുകയില്ല. പക്ഷേ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ചിലർ ഗുരുവായൂർ ചെന്ന് ശയന പ്രദക്ഷിണം ചെയ്യണ കാണാം, ചിലർ ഓരോ അടി വെച്ച് നാരായണ ജപിച്ച് പ്രദക്ഷിണം എടുക്കണ കാണാം, ചിലർ പൂക്കൾ തുളസി കതിര് അല്ലെങ്കിൽ പൂക്കളെല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് അവിടെ സമർപ്പിക്കണ കാണാം, അല്ലെങ്കിൽ നെയ്യ് സമർപ്പിക്കണം കാണാം. അങ്ങനെ സമർപ്പണം. അതിൽ കാശ് കൊടുത്ത് വാങ്ങിക്കണതല്ല, നമ്മുടെ എന്തെങ്കിലും അധ്വാനം അവിടെ വേണം.
ആ അധ്വാനത്തോടു കൂടി സമർപ്പിക്കുമ്പോൾ നമ്മുടെ കാർമ്മികം കുറേശ്ശെയായിട്ട് കുറയും. ഇപ്പോൾ കാർമ്മികത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് എനിക്ക് ഞാനിപ്പോൾ ആറ്റുകാൽ പോകുന്നതിന് മുമ്പ് സാധാരണ ആരുടെയെങ്കിലും കാര്യത്തിലാണെങ്കിൽ തേങ്ങ ഒഴിഞ്ഞെടുക്കും ഞാൻ. അപ്പോൾ എന്നോട് സ്ഥിരം മാസത്തിൽ ഒരിക്കലെങ്കിലും ബ്ലെസ്സിങ് വാങ്ങിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 2-3 വർഷമായിട്ട് അങ്ങനെ ഒരു ഇതിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ കാർമ്മികം മാറാനായിട്ടാണ് ഈ തേങ്ങ വാങ്ങിക്കുക. അപ്പോൾ ഒരു ഇത് തോന്നി, പഴങ്ങാടി പോകുന്നുണ്ടല്ലോ, പഴങ്ങാടിയിലേക്ക് തേങ്ങ ഉഴിഞ്ഞെടുക്കാൻ തോന്നിയിട്ട് എനിക്ക് തോന്നുന്നു 10-12 പേരുടെ തേങ്ങ ഒഴിഞ്ഞെടുത്തു. ആ ഒഴിഞ്ഞെടുത്തത് അപ്പോൾ അവർ തേങ്ങ ഒന്നുകിൽ അവർ ഉള്ളിടത്ത് അടുത്ത് കട കാണും, അവിടെ നിന്ന് തേങ്ങ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയും. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, നിർബന്ധമില്ല. അപ്പോൾ ഞാൻ പഴവങ്ങാടി പോകുന്നുണ്ട്, ഗണപതിക്ക് ഉടക്കാനാണെന്ന് പറഞ്ഞ് തേങ്ങ വാങ്ങിച്ച്. അപ്പോൾ ഈ തേങ്ങ ഉഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഞാൻ വേറെ ആളുടെ കയ്യിൽ കൊടുക്കുകയല്ല, ഇത് എൻ്റെ കയ്യിൽ തന്നെ. ആ ബാഗ് പോലും ഞാൻ ആരെയും ഏൽപ്പിക്കുകയല്ല. അപ്പോൾ ആ തേങ്ങ എടുത്ത് ഞാൻ വേറെ വാഹനത്തിൽ ഞാൻ വരികയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു വേറൊരു വീട്ടിൽ കയറണം. വീട്ടിൽ കയറിയിട്ട് അവിടെ വീട്ടിൽ പുറത്ത് വെച്ചിട്ട് ആ വീട്ടിൽ നിന്നും തേങ്ങ ഒഴിഞ്ഞെടുക്കണം, അവരെയും ബ്ലസ് ചെയ്യണം. ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഞാൻ താഴെ വീണു. അപ്പോഴേ എനിക്ക് മനസ്സിലായി താഴെ വീണത് കൈയൊക്കെ പൊട്ടിയത് ഇപ്പോഴും ശരിയായിട്ടില്ല. മനസ്സിലായി, ഇവിടെ വിരലിതായി, ഇവിടുത്തെ വിരലിതായി. ഇത് ഞാൻ ബ്ലസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 2 വിരലുകളാണ്, തള്ളവിരൽ, അഗ്നി ഇതുള്ളതാണ്. ഇത് രണ്ടും പണി കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ വേദന മാറിയിട്ടില്ല. മനസ്സിലായി, അത് എനിക്ക് മനസ്സിലായി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർമ്മികം മാറ്റാൻ ഒരു പുരോഹിതൻ, എൻ്റെ ഗുരു പറഞ്ഞു തന്ന കാര്യമാണ്. ഒരു പക്ഷേ ഈ ഒരു തോന്നൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ളത് കൊണ്ട് സംഭവിച്ചതാകാം, മാനസികമായിട്ട് പറഞ്ഞാൽ അതും ആകാം. അതും ഞാൻ സമ്മതിച്ചു കേട്ടോ, ഒന്നും സംശയമൊന്നുമില്ല. അപ്പോൾ ഈ തേങ്ങ ഒഴിഞ്ഞെടുത്ത് ഞാൻ എടുക്കുമ്പോൾ ഭാഗ്യത്തിന് ആ തേങ്ങ വണ്ടിയെ തന്നെയുണ്ട്, ഞാനാണ് ഇറങ്ങണത്. ആദ്യം ഇറങ്ങിക്കഴിഞ്ഞേ തേങ്ങ എടുക്കുള്ളൂ. കാര്യം എൻ്റെ ഇത് വെച്ചിട്ട് തേങ്ങ ഇറക്കും. പക്ഷേ ഞാൻ ഇറങ്ങുമ്പോഴത്തേക്കും കാല് തെറ്റി താഴെ വീണ് ദിം തരികിടതോ എന്ന് പറഞ്ഞ് വണ്ടി ഡ്രൈവർ ഓടിച്ച ആൾ നോക്കുമ്പോൾ ഞാൻ ദിം തരികിടതോ താഴത്ത് നമസ്കാരം ഇട്ടിരിക്കുക. പിന്നെ എഴുന്നേറ്റ് എന്തെങ്കിലും പറ്റിയെന്ന് ചോദിച്ചില്ല, എഴുന്നേറ്റ് തേങ്ങ. അപ്പോൾ ഞാൻ ആ വ്യക്തി പറഞ്ഞ് ഞാൻ തേങ്ങ എടുക്കാം. ഞാൻ പറഞ്ഞു വേണ്ട, നിങ്ങൾ തൊടണ്ട. ആ തേങ്ങ എടുത്ത് ഞാൻ ആ വീട്ടിൽ പുറത്ത് വെച്ചിട്ട് അവരെയും ഒഴിഞ്ഞ് ഇത് ചെയ്തിട്ട് പിന്നെ വീട്ടിൽ വന്ന് പിറ്റേ ദിവസം പോവുമായിരുന്നു. പിറ്റേ ദിവസം പോയിട്ടും ഈ പഴവങ്ങാടി തേങ്ങ ഉടയ്ക്കുന്നതിന് മുമ്പ് ആറ്റുകാൽ പൊങ്കാല അന്ന് വൈകിട്ടാണ് ഈ തേങ്ങ ഉടയ്ക്കണത്. കാര്യം മുമ്പത്തെ ദിവസം പഴവങ്ങാടി പോയെങ്കിലും തേങ്ങ കൊണ്ടുപോയില്ല, റൂമിൽ വെച്ചായിരുന്നു. അപ്പോൾ ആ ആറ്റുകാൽ പൊങ്കാലയുടെ അന്നും ചെറുതായിട്ടൊന്ന് ഞാൻ കാല് ഇതായിട്ട് വീണ്, കൈ അന്നും ഇതായി. ഈ തേങ്ങ അടിച്ചിട്ടില്ല, ആ കാർമ്മികം നമ്മളിൽ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നണത് ഷെരീഫിക്കാണെന്ന് തോന്നുന്നു. ഷെരീഫിക്ക എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, സാറേ എനർജി ഇത് എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ടിരുന്നു, സാറേ എനർജി നോക്കി ആ തേങ്ങ സാറ് ഉപയോഗിക്കണേ, നന്നായിട്ട് കഴുകി ഉപയോഗിക്കണമെന്ന്. ഞാനങ്ങനെ എനർജി നോക്കിയ തേങ്ങ ഞാൻ ഉടക്കുകയാണ് ഗണപതി ക്ഷേത്രത്തിൽ, അതുപോലത്തെ ക്ഷേത്രങ്ങളിൽ ഉടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ പല ആൾക്കാരും എനിക്ക് ഗൈഡൻസ് തരുന്നുണ്ട്. നമ്മുടെ ഈ യൂട്യൂബ് വന്നതിന് ശേഷം പലരും അവരുടെ അനുഭവങ്ങൾ വെച്ച് ഗൈഡൻസ് തരുന്നുണ്ട്. അവരുടെ പേര് പറയാനായിട്ട് എനിക്കൊരു മടിയില്ല, കാര്യം ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ പിന്നെ അന്ന് വൈകിട്ടാണ് കൊണ്ട് തേങ്ങ ഉടയ്ക്കണത്. അന്ന് വൈകിട്ട് കൊണ്ട് അവിടെ തേങ്ങ അടച്ച്. അപ്പോൾ മുമ്പത്തെ ദിവസം ചെന്നപ്പോൾ അവിടെ ചെന്നിട്ട് ആറ്റുകാല് പോയി തേങ്ങ അടച്ച്. അപ്പോൾ ഓൺലൈനിലാണ് മിക്കവരും, എനിക്ക് ദക്ഷിണ ഓൺലൈനിൽ നോക്കിയിട്ട് ഓൺലൈനകത്ത് അവിടെ ഓൺലൈൻ ഇത് വർക്ക് ചെയ്യുന്നില്ല, അവരുടെ സ്കാനർ വർക്ക് ചെയ്യുന്നില്ല. അന്ന് ആ സ്കാനർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഒരു QR കോഡ് അവിടെ ഒട്ടിച്ച് വെച്ചാൽ ആർക്കെങ്കിലും സ്കാൻ ചെയ്യാം. ഇവർ മറ്റേ ആ ചെറിയ മെഷീൻ വെച്ചിട്ടാണ് ഇത് ചെയ്യണത്. പിന്നെ കയ്യിലുണ്ടായിരുന്ന ചില്ലറ കൊടുത്തിട്ട് ഇത് ചെയ്തു, മനസ്സിലായത്. പിന്നെ തിരിച്ച് വരുന്ന ദിവസം പൊങ്കാല കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ശക്തി വിനായക കോവിൽ അവിടെ ഒരു ചേച്ചിയാണ് ഇരുന്നത് തേങ്ങയൊക്കെ. ഭാഗ്യത്തിന് ചേച്ചി, ഞാൻ പറഞ്ഞു ചേച്ചി GPay ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി ഒരു നമ്പർ തന്ന് ആ നമ്പറിൽ GPay ചെയ്ത്. അങ്ങനെ ഒരു കാര്യം എന്താ, ഓൺലൈൻ കിട്ടുന്നത് കുറേ ഓൺലൈനിൽ ഈ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചിലവാക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ കാർമ്മികം കിട്ടും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞാൻ തിരിച്ച് വീട്ടിൽ വരുന്നത് തിരുവണ്ണാമലയിൽ പോയിട്ടാണ്. തിരുവണ്ണാമലയിൽ പോകാനായിട്ട് ഇവിടെ നിന്ന് നേരിട്ട് ടിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട്, കാട്ട്പാടിയിലോ മറ്റോ ടിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ആ ഫാമിലിയുടെ കൂടെ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്കുള്ള തിരുവനന്തപുരം കൊച്ചുവേളി യശ്വന്ത്പൂർ ട്രെയിനിൽ കയറി. B7 കോച്ചിലാണ് ആ ട്രെയിനിൽ ഞാൻ കയറിയത്. അന്നത്തെ എൻ്റെ സ്റ്റാറ്റസ് കണ്ടവർക്ക് വിവരം മനസ്സിലായി കാണും. ആ ട്രെയിനിൽ കയറി B7 കോച്ചിൽ 64ാമത്തെ സീറ്റാണ് എൻ്റെത്. 63, 64. ട്രെയിൻ വടക്കോട്ട് പോകുമ്പോൾ കിഴക്ക് വശത്താണ് ഈ സീറ്റ്. എന്ന് പറഞ്ഞാൽ 2 സീറ്റുകളാണ്, 2 സീറ്റുകളായിട്ടുണ്ടല്ലോ. 3, 6 ഇപ്പുറത്ത് നോക്കി 2 സീറ്റുകൾ, വിൻഡോ സീറ്റ്. അതിലാണ് ഞാനിരിക്കുന്നത്. അതിനകത്ത് കറക്റ്റ് ഏറ്റുമാനൂർ കഴിഞ്ഞ് കോട്ടയം കാഞ്ഞിരമിറ്റം കഴിഞ്ഞ് മുളന്തുരുത്തി ആ ഏരിയ വന്നപ്പോൾ കറക്റ്റായിട്ടൊരു കല്ല് വന്നുകൊണ്ട്, ഞാനിരിക്കുന്ന അവിടെ തന്നെ കല്ല് വന്നുകൊണ്ട് പുറത്തെ ഗ്ലാസിൻ്റെ ഭാഗം പോയി. അപ്പോൾ ആ സമയത്ത് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ
യൂട്യൂബിൽ അപ്പോൾ BSNL റേഞ്ച് കിട്ടുകയല്ല. ഇപ്പോൾ BSNL ഞാൻ പോർട്ട് ചെയ്യാൻ കൊടുത്ത്, ജിയോയിൽ കൊടുത്ത്. കാര്യം തിരുവണ്ണാമല ചെന്നപ്പോൾ മലയ്ക്ക് മുകളിലും ജിയോയ്ക്ക് റേഞ്ച് കിട്ടുന്നുണ്ട്, BSNL കിട്ടുന്നില്ല. വേറെ ചില കയ്യിലുണ്ടായിരുന്ന അവരുടെ ഇതിലും റേഞ്ച് കിട്ടുന്നില്ല. അപ്പോൾ ജിയോയ്ക്ക് ശരണം എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ മുന്നോട്ട് പോവുകയാണ്. BSNL പോർട്ട് ചെയ്യാൻ കൊടുത്ത്, അതുകൂടി പറയുന്നത്. അതുകൊണ്ട് ഇനി വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ് മാറും കേട്ടോ. വെള്ളിയാഴ്ചത്തോടുകൂടി ജിയോ പോർട്ട് ചെയ്ത് എനിക്ക് കിട്ടും. ആ ഒരു സന്തോഷ വാർത്ത കൂടി കിട്ടുന്നത്. ഇനി BSNL അപ്ഗ്രേഡായി ഒരു 4 അപ്ഗ്രേഡായാൽ അത് എടുക്കണമെന്നുണ്ട്. കാര്യം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വന്തം ഇതായതുകൊണ്ട് BSNL തന്നെ നിൽക്കണമെന്ന് തീവ്രമായ ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ കാര്യങ്ങൾ നടക്കുന്നില്ല. പലരും വിളിച്ചിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് സൗണ്ട് ക്ലിയർ അല്ല എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ പോർട്ട് ചെയ്യുക. BSNL ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഈ തിരുവണ്ണാമല പോകുന്ന സമയത്ത് ഈ തേങ്ങ ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താണെന്ന് വെച്ചാൽ രോഹിത് സാറും രാഹുൽജി ആയിട്ടുള്ള ഇൻ്റർവ്യൂ കാണുകയാണ്. എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ആ പയ്യൻ്റെ വീട്ടിൽ പോയതിൻ്റെ കാര്യം രോഹിത് സാറ് പറയുന്നു, ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരവിടെ പോയി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴുള്ള എന്നെ വിളിച്ചിരുന്ന് അവിടെ ആ സമയത്ത് ഞാൻ ഫോട്ടോ വാങ്ങിച്ച്, പിന്നെ അത് കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ ഒരു പ്രാവശ്യം പോയപ്പോൾ അതിലെ ഒരാൾക്ക് ചെറിയ ഇത് വന്ന് ബ്ലസ് ചെയ്യേണ്ടി വന്നു, തേങ്ങ ഒഴിഞ്ഞെടുക്കേണ്ടി വന്നതൊക്കെ ഉണ്ട് കാര്യം. ആ തേങ്ങ ഇടപ്പള്ളിയിലാണ് അടച്ചത്. അപ്പോൾ ആ കാര്യം അദ്ദേഹം പറയുകയാണ്. ഇത് കേട്ടോണ്ടിരിക്കുമ്പോഴാണ് ബുംബെന്ന് പറഞ്ഞൊരു സൗണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചോ ഇവിടെ ആ സോൾ പ്രസൻസ് ആണ്, എന്താണ് സംഭവം എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് സൈഡിൽ ചില്ലിൽ ഒരു തൊള. അപ്പോൾ അതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ RPF ആലും പോലീസിലെ ആൾക്കാരും എൻ്റെ നമ്പർ TTR ചോദിച്ചിരുന്നു, കൊടുത്തിട്ട് അത് എങ്ങനെയാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഇത് ശരിക്ക് വീണ് ആ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ അറിയാം. ആ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ച് ഈ സോളിൻ്റെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ, അവരുടെ അനുഭവങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് സംഭവം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നിലെ കൂപ്പിലുണ്ടായിരുന്ന ഫാമിലിയിലെ കുട്ടികൾ, ഈ 3 കുട്ടികളാണ് ഇത് എറിയുന്നതെന്ന് കണ്ട്. അപ്പോൾ ഈ 3 കുട്ടികൾ ആ വണ്ടിയിലെ കുറച്ച് പേരുടെ കാർമ്മികങ്ങളെ ഏറ്റുവാങ്ങിച്ചിട്ടുണ്ട്. അവരുടെ രക്ഷകർത്താക്കൾക്ക് നമസ്കാരം. അപ്പോൾ അത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അവർ എന്താണ്ടോ വീടുകളിൽ കയറിപ്പോകുന്നത് CCTV ഒക്കെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഇനി ട്രെയിനിലുള്ള ആരെങ്കിലും അത് എന്ന് പറഞ്ഞാൽ പുറത്തിങ്ങനെ കാഴ്ചകൾ കാണുന്ന ആൾക്കാർ കാണുമല്ലോ, അവരാരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. ദയവ് ചെയ്ത് ഇങ്ങനത്തെ സാമൂഹിക വിരുദ്ധ കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികളെ ഒന്നും ഗുണദോഷിക്കുക, മനസ്സിലാക്കുക. അവർ വലിയ കാർമ്മികമാണ് വാങ്ങിച്ചു വയ്ക്കുന്നത്. ചെറുപ്പത്തിൻ്റെ തള്ളലിലാണ് ഇത് ചെയ്യുന്നതെങ്കിലും ഒരു 10-25-30 വയസ്സാകുമ്പോൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അറിയുമ്പോഴത്തേക്കാവും ഇതിൻ്റെ തിരിച്ചടികൾ യൂണിവേഴ്സ് കൊടുക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് കുട്ടികളെ ആ ഒരു രീതിയിൽ എന്ത് വിശ്വാസത്തിൻ്റെ ആണെങ്കിലും എന്ത് ദേഷ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ചിലപ്പോൾ ട്രെയിനിൽ ടിക്കറ്റ് കിട്ടാത്തതിൻ്റെ ദേഷ്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ ട്രെയിനിൽ കയറാത്ത കൊണ്ടോ വന്ദേ ഭാരതിൽ കയറാത്തതിൻ്റെ കൊണ്ട് ഈർഷ്യയൊക്കെ ആയിരിക്കും. പക്ഷേ അത് തന്നെത്താനെ പറ്റുമെങ്കിൽ ആ പാളത്തിൽ കൈയടിച്ച് തീർക്കണം. ഇങ്ങനെ കൈ പൊട്ടോ എന്ന് പറഞ്ഞാൽ ആ പാളത്തിൽ അവിടെയുള്ള കയ്യിൽ അടിച്ചു കഴിഞ്ഞാലും ആ ഒരു സുഖം കിട്ടും. അങ്ങനെ ചെയ്ത് തീർക്കാനായിട്ട് കുട്ടികളോട് പറയണം. അല്ലാണ്ട് ഇങ്ങനെ പബ്ലിക് പ്രോപ്പർട്ടി ദയവ് ചെയ്ത് നശിപ്പിക്കരുത്. അതിൻ്റെ കാർമ്മികം വലിയ തലത്തിൽ അനുഭവിക്കേണ്ടി വരും. ഇനി ഉള്ള പാഠഭാഗം ഒരു 50 വർഷത്തിനുള്ളിൽ ലോകത്തിലെ പാഠഭാഗം കാർമ എഫക്റ്റ് ആയിരിക്കും. ഇപ്പോൾ തന്നെ പല രാജ്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. പല രാജ്യങ്ങളും അനൗദ്യോഗികമായിട്ട് നമ്മുടെ നമ്മുടെ ആൾക്കാർ വിശ്വസിക്കാത്ത കാര്യങ്ങൾ വിശ്വസിച്ച് പഠന വിധേയമാക്കി തുടങ്ങി. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ശ്രീ രാധാകൃഷ്ണ പണിക്കർ സാറിൻ്റെ ബുക്കുകൾ 3 ബുക്കുകളുണ്ട്. ആ ബുക്കുകൾ വായിക്കുക. അദ്ദേഹത്തിൻ്റെ ഇത് ESP പാരാനോർമലിൽ അദ്ദേഹത്തിൻ്റെ അഭിമുഖം വന്നിട്ടുണ്ട്. അത് ESP പാരാനോർമൽ എടുത്തിട്ട് രാധാകൃഷ്ണ പണിക്കർ എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. അദ്ദേഹം നേരിട്ടാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അദ്ദേഹത്തെ വിളിച്ച് ആ ബുക്കുകൾ വാങ്ങിക്കുക. എനിക്ക് തോന്നുന്നത് 3 ബുക്കിനും കൂടി മാക്സിമം 1500 രൂപയുള്ളൂ. പക്ഷേ അതൊരു നിധിയാണ്. ശാസ്ത്രീയമായിട്ട് ഭാരതത്തിലെ ഇതിനെ ശാസ്ത്രീയമായിട്ട് എങ്ങനെ വിലയിരുത്തിയിരിക്കുന്നു എന്നുള്ള അറിയിക്കുന്നൊരു നിധിയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പറയാൻ പോയാൽ കുറേ ഉണ്ട്. ഇനിയും പറ്റിയെങ്കിൽ വീഡിയോ ഇടാം. ഇന്ന് കുറേയധികം ആൾക്കാരെ ഞാൻ വിളിക്കും കേട്ടോ. ദയവ് ചെയ്ത് ആരും ഇങ്ങോട്ട് വിളിക്കാണ്ടിരിക്കുക പ്ലീസ്. ആദ്യം ഈ ദക്ഷിണ കിട്ടിയ ആൾക്കാരെ വിളിച്ച് അവരുടെ കാര്യങ്ങൾ വിളിച്ച് സോൾവ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഓർഡർ ഉള്ളത് വിളിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ എൻ്റെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കുടുംബസമേതം ദീർഘായുസ്, പൂർണ്ണാരോഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവമനോകാമനാഭിഷ്ടം, സത്സന്താന സൗഭാഗ്യം, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, ഉന്നത വിജയം, അവരാഗ്രഹിക്കുന്ന രീതിയിൽ പ്രൊഫഷനോ ജോലിയിലോ സർവീസിലോ അവർക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാവരും ചെയ്യുന്ന വ്യാപാരത്തിലും ഉദ്യോഗത്തിലും ഉത്തരോത്തരം വരുമാന വർധനവും ഉണ്ടാകട്ടെ. അതുപോലെ എല്ലാവരുടെയും വീടുകളും ജോലി സ്ഥലത്തും വ്യാപാര സ്ഥലത്തും കുട്ടികൾ പഠിക്കുന്നിടത്തും കുട്ടികൾ പഠനാവശ്യത്തിന് നിൽക്കുന്നിടത്തും എല്ലാവരും ചെയ്യുന്ന യാത്രകളിലും ദേവതകളുടെ പ്രൊട്ടക്ഷൻ ലഭിക്കട്ടെ. എല്ലാവരുടെയും ജീവിതത്തിലും സദാ സർവദാ സർവത്ര ദേവതകളുടെ യൂണിവേഴ്സൽ എനർജിയുടെ ഗോൾഡൻ ഓറ പ്രൊട്ടക്ഷൻ ലഭിക്കട്ടെ എന്ന് എൻ്റെ ഗുരുപരമ്പരകളോടും ഉപാസനാമൂർത്തികളോടും ഈ
അഷ്ടദിക്പാലകന്മാരോടും നവഗ്രഹങ്ങളോടും 27 നക്ഷത്രങ്ങളെയും സങ്കല്പം ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ.